10ാം ക്ലാസ് ICT ടെക്സ്റ്റ് ബുക്ക് 1ാം ഭാഗം റോബോട്ടിക്സ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അതിലാദ്യം ബ്ലിങ്കിങ് LED. അതിൽ ബ്ലിങ്കിങ് LED പ്രവർത്തിപ്പിക്കുന്നതിന് മുന്നോടിയായി എങ്ങനെ ഒരു LED ലൈറ്റ് നമുക്കൊരു ആർഡിനോയുടെ സഹായത്തോടെ പ്രകാശിപ്പിക്കാം എന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: ബ്രെഡ് ബോർഡ്, 2 മെയിൽ ടു മെയിൽ ജമ്പർ വയർ, ഒരു റെസിസ്റ്റൻസ്, ഒരു LED, ആർഡിനോ യൂനോ നമ്മുടെ മൈക്രോ കൺട്രോളർ, ഇതിനെ ലാപ്പുമായി കണക്ട് ചെയ്യുന്നതിനുള്ള ഡേറ്റ കേബിൾ. ഇത്രയുമാണ് നമുക്ക് ഈ ആർഡിനോയുടെ സഹായത്തോടു കൂടി ഈ LED പ്രകാശിപ്പിക്കാൻ വേണ്ടുന്ന ഉപകരണങ്ങൾ. ഇതെങ്ങനെയാണ് ഘടിപ്പിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി LED എടുക്കുന്നു. ഇതില് 2 ലെഗ്, നീളം കൂടുതൽ നീളം കുറവ് 2 ലെഗ് ഉണ്ടായിരിക്കും. നീളം കൂടുതൽ ആനോഡ്, ഇതാണ് ഇതിലെ ആനോഡ്. ഇത് നമ്മൾ ബ്രെഡ് ബോർഡിൽ ഘടിപ്പിക്കുമ്പോൾ 2 വ്യത്യസ്ത ഭാഗങ്ങളിലായി നമ്മളിവിടെ ഘടിപ്പിക്കും. ബ്രെഡ് ബോർഡിൽ വെർട്ടിക്കലായിട്ടുള്ള വരികൾ 2 വ്യത്യസ്ത വരികളിലായി നമ്മൾ ഘടിപ്പിക്കുമ്പോൾ ഇതിലെ ആനോഡ്, അതായത് നീളം കൂടിയ ലെഗ് നമ്മൾ എവിടെയാണ് നമ്മൾ ഉറപ്പിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് ആനോഡ് കുത്തിയ അവിടെ നിന്ന് അതില് ആ വരിയിൽ തന്നെ റെസിസ്റ്റൻസ് ഒരു ഭാഗം കുത്തും, അടുത്തത് വേറെ ഭാഗത്തേക്ക് പോകുന്നു. ഓക്കെ. അടുത്തതായിട്ട് ഒരു ജമ്പർ വയർ നമ്മളെടുത്ത് റെസിസ്റ്റൻസ് കുത്തിയ ആ നിരയിൽ നിന്ന് തന്നെ നമ്മൾ കുത്തുന്നു. അടുത്ത വയർ LED കാതോട്, അതായത് നീളം കുറഞ്ഞ ലെഗ് കുത്തിയ ആ നിരയിൽ നിന്ന് നമ്മൾ കുത്തുന്നു. ഇത്രയാവുമ്പോൾ നമ്മുടെ ബ്രെഡ് ബോർഡിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, LED നീളം കൂടിയ ലെഗ് കുത്തിയ ഭാഗത്തുനിന്നായിരിക്കണം റെസിസ്റ്റൻസ്, നീളം കുറഞ്ഞ ഭാഗം അതായത് കാതോട്, ഒരു വയർ അവിടെ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മുടെ ആർഡിനോ ഡേറ്റ കേബിളുമായി കണക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഈ ഡേറ്റ കേബിളിന്റെ അഗ്രവും ഈ പോർട്ട് നമ്മളുടെ ആ ഷേപ്പ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ ശ്രദ്ധയോടെ വേണം കുത്താൻ. കുത്തുമ്പോൾ നമ്മുടെ ഈ തള്ള വരല് അതിന്റെ മുകളിൽ നിന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ആർഡിനോയ്ക്ക് തകരാറൊന്നും വരാതെ നമുക്കത് കുത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മുടെ ആർഡിനോ ഡേറ്റ കേബിളുമായി നമ്മൾ കണക്ട് ചെയ്യാണ്. റെസിസ്റ്റൻസിന്റെ ഭാഗത്തു നിന്നുള്ള വയർ ആർഡിനോയിലെ 5 വോൾട്ടിലും LED കാതോടിൽ നിന്ന് വരുന്ന വയർ ഗ്രൗണ്ടിലുമായി കണക്ട് ചെയ്യുക. നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇത് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ
നമ്മുടെ എൽ ഇ ഡി പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ട് കറണ്ട് നമ്മുടെ ലാപ്പിൽ നിന്ന് ആർഡിനോ വഴി നമ്മുടെ എൽ ഇ ഡിയിൽ എത്തിക്കഴിഞ്ഞു. എൽ ഇ ഡി പ്രകാശിച്ചു. ഓക്കെ. ഒരു ആർഡിനോയുടെ സഹായത്തോടു കൂടി ഒരു എൽ ഇ ഡി എങ്ങനെ പ്രവർത്തിപ്പിക്കാം, പ്രകാശിപ്പിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഒരു സർക്യൂട്ടിൽ ഒരു എൽ ഇ ഡി എങ്ങനെ പ്രകാശിക്കും അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. സർക്യൂട്ടിന്റെ കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാകരുത്. ഇനി ഈ എൽ ഇ ഡി എങ്ങനെ ബ്ലിങ്ക് ചെയ്യിക്കാം, ചില പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പിക്ടോ ബ്ലോക്സ് പറയുന്ന ബ്ലോക്ക് കോഡിങ്ങിലൂടെ എങ്ങനെ ഇതിനെ ബ്ലിങ്ക് ചെയ്യിക്കാമെന്ന പ്രവർത്തനം നമ്മൾ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും.